ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഓർത്തത്. ഇപ്പോൾ അടുത്ത കാലത്ത് CBSE ടെക്സ്റ്റ് ബുക്കിൽ 8ാം ക്ലാസ്സിൽ ഒരു ചെറിയ പാരാഗ്രാഫിൽ കോടതിയെക്കുറിച്ച്, സുപ്രീം കോടതിയിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്, ആൻഡ് ദർ ഈസ് എ കറപ്ഷൻ എന്നുള്ള ഒരു പോർഷനെ കണ്ട് സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് ആ എൻ്റയർ ബുക്കുകൾ നശിപ്പിച്ച് കളയാൻ പറയുന്നു. അത് എഴുതിയവരെക്കെതിരെ അന്വേഷണം നടത്താൻ പറയുന്നു. ഗവൺമെൻറ് മാപ്പ് പറയുന്നു. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ, പൗരന്മാർ വിശ്വസിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിലുള്ള ജഡ്ജിമാർ വരെ ഇങ്ങനെ വളരെ ചെറിയ ഒരു വിമർശനം പോലും 8ാം ക്ലാസ്സിൽ കാണിക്കുന്നൊരു വിമർശനം ആ ബുക്കിൽ അതിൽ പേജുകളുണ്ടായിരുന്നു. അപ്പോൾ ആ പേജിലൊരു 10 പേജോളം നമ്മുടെ കോടതിയെക്കുറിച്ചുള്ള സിസ്റ്റത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് ഒരു 2 വരി അല്ലെങ്കിൽ 4 വരി ഇത് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തൊരു ഇതാണ് നമ്മുടെ സുപ്രീം കോടതി. അപ്പോൾ ഈ ജനാധിപത്യ ബോധം എവിടെ നമ്മളെങ്ങനെ നമ്മുടെ സൈഡിൽ നിന്ന് അതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ പറയുന്നില്ലേ സുപ്രീം കോടതി എന്ന് നമ്മൾ പറയുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് സുപ്രീം കോടതി ഒന്നും ഉണ്ടായിക്കൂടാ. ഇതൊക്കെയാണ് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഏരിയകളാണ്. അതുകൊണ്ട് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കേണ്ടത്. പോലീസ് സ്റ്റേഷൻ അല്ല വേണ്ടത്, പൗരസഹായ കേന്ദ്രമാണ് വേണ്ടത്. കോടതികളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് പഞ്ചായത്തിനകത്ത് ഒരു സിസ്റ്റം, ഒരു ജൂറി സിസ്റ്റം പോലെ ഉണ്ടാക്കി നമ്മുടെ കേസുകളെല്ലാം അവിടെ തീർന്നാൽ മതി. അല്ലാതെ സുപ്രീം കോടതി വരെ പോയിട്ട് എന്തെടുക്കാൻ? 2 പേർക്കും കൂടെ പറ്റുന്ന ഒരു വിധി അവസാനമുണ്ടോ? ഒന്നുമില്ല, ചുമ്മാതാണ്. വെറുതെ നമ്മുടെ കാശ് വക്കീലിനും മജിസ്ട്രേറ്റിനും കൊടുക്കാനായിട്ട് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനമാണ്. രാജാവിൻ്റെ അടുത്ത് കേസ് എത്താതിരിക്കാൻ വേണ്ടി തടയിടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണത്. അതൊന്നും മാറ്റിയിട്ടില്ല നമ്മൾ. ഇന്ത്യ റിപ്പബ്ലിക്കായെന്നറിയാത്ത വില്ലേജ് ഓഫീസ്, കളക്ടറേറ്റ്, സെക്രട്ടേറിയറ്റ്, പോലീസ് സ്റ്റേഷൻ, കോടതി, ഇവരാരും അറിഞ്ഞിട്ടേ ഇല്ല ദേ എൻ്റെ മുന്നേ വന്നിരിക്കുന്നത് പൗരനാണ്. അവരിപ്പോഴും പ്രജകളോട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇത് മാറ്റേണ്ട പണി നമ്മുടേതാണ്. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മേഖല നമ്മൾ ഇതുവരെ ഞാനിപ്പോൾ ഈ പറയുന്ന അത്രയും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെമോക്രറ്റൈസ് ചെയ്യണം എന്നുള്ളത്, ഈ പഞ്ചായത്ത് വികസിപ്പിക്കണം എന്നുള്ളത്, പകരം വേറെ പോലീസിന് പകരം വേറെ നമുക്ക് പോലീസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഇടും, അത് പറഞ്ഞു തീർക്കാനും. പക്ഷെ പേടിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ പോകണ്ടായിരുന്നു. പോലീസിങ് എന്ന് പറഞ്ഞാൽ മുകളിലിരുന്ന് താഴോട്ട് നോക്കി ചെയ്യുന്നൊരു പണിയാണ് പോലീസിങ്. അതല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൗരസഹായ കേന്ദ്രം വേണം, പൗരസഹായികൾ വേണം. കോടതികളല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഈ ജൂറികളെ നമ്മുടെ പഞ്ചായത്തിലുണ്ടാക്കിയാൽ മതി. നമ്മുടെ അതിർത്തി തർക്കം ഡൽഹിയിലിരിക്കുന്ന സുപ്രീം കോടതി പോയിട്ട് തീരത്തില്ല. സുപ്രീം കോടതി എന്നൊരു കോടതിയും കൂടെ ഉണ്ടെങ്കിൽ അവിടെയും പോയാൽ അത്രയുള്ള അർത്ഥം. ഒരു കാര്യമില്ല. വേസ്റ്റ്ഫുള്ളായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 തൊട്ട് 8 കോടി കേസ് കെട്ടിക്കിടക്കുന്ന ഇടമാണത്. അവിടുന്ന് നീതി വരും എന്നാലോചിക്കുന്നെങ്കിൽ അസാമാന്യമായ വിവരക്കേട് നമുക്ക് വേണം, എന്നാലേ പറ്റൂ. അപ്പോൾ അതൊന്നും അല്ല, ആ സ്ഥാപനങ്ങൾക്ക് പകരം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് പറയുക എന്ന് പറയുന്ന ഒരു പണിക്കാണ് ഞാനിന്ന് പഞ്ചായത്തിലൊരു ദിനം എന്ന് പറഞ്ഞ് ഒരു സാധനം ഇട്ടിട്ടുണ്ട്. ഈ വിഷയം സൂക്ഷ്മമായിട്ട് സംസാരിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത ഈ ഇലക്ഷന് കഴിഞ്ഞ് ഇനി അവർ മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കി, ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോഴെങ്കിലും നമുക്കൊരു ജനാധിപത്യത്തിൻ്റെ മണമടിക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊന്ന് ആലോചിക്കാം. അല്ലാതെ ഇത് വേറെ ഇവർ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നന്നാക്കാൻ പറ്റില്ല. അത് തെറ്റിദ്ധരിക്കരുത്. തോക്ക് നന്നാക്കി വെടിവെച്ചിട്ട് കാര്യമില്ല. അതിനകത്ത് ഓയിലിടുന്നതുകൊണ്ടോ നല്ല AK-47 തന്നെ വെച്ച് വെടിവെച്ചാൽ എല്ലാം വെടി തന്നെയാണ്. അങ്ങനല്ല. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറ്റുന്നതിനെ പറ്റിയാണ് നമ്മൾ. അത് പഞ്ചായത്ത് ആരംഭിച്ചപ്പം അങ്ങനെ ഒരു ഐഡിയ അതിനകത്തുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരാരും തിരഞ്ഞെടുക്കപ്പെടുന്നവരല്ല, അവർ അക്കൗണ്ടബിൾ അല്ല. ഇപ്പോൾ രാഷ്ട്രീയക്കാർ മാത്രമാണ് 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മുടെ അടുത്ത് പറയുന്നത്. ഒന്നുമില്ല, അവരെ മാറ്റാൻ പറ്റും നമുക്ക്. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരെ ആരെയും മാറ്റാൻ പറ്റത്തില്ല. ഈ മേഖല വിശദമായി പറയേണ്ടതാണ്. അത് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ പറയുന്നില്ല.
പക്ഷേ അത് അടുത്ത ഒരു 5 കൊല്ലം ഈ എല്ലാ പഞ്ചായത്തിലും വന്നിരുന്ന് ഞാൻ സംസാരിക്കുന്നുണ്ടാവും. നമുക്കത് ചർച്ച ചെയ്ത് എങ്ങനെയാണ് ജനാധിപത്യപരമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ എല്ലാ മേഖലയിലും, അത് പോലീസ് സ്റ്റേഷന് പകരം വില്ലേജ് ഓഫീസിന് പകരം പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആർക്കും അറിഞ്ഞൂടാ, അതവിടെ ഇരിക്കുകയാണ്. ഇതൊക്കെ വികസിപ്പിക്കുക. എല്ലാവരും ഗ്രാമസഭയിലോ വാർഡ് സഭയിലോ പോകേണ്ടതുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ആടും കോഴിയും മേടിക്കാൻ പോകുന്നവർ പോകുന്ന സ്ഥലമല്ലത്. ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് നമുക്കൊരു ജനാധിപത്യ സമൂഹം രൂപപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കും. അത്രേ പറ്റും.